we are going to discuss about the topic reciprocity theorem. ഫസ്റ്റ് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ആ പറയുന്ന എല്ലാ വേർഡും നമ്മൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ചോദിക്കുമ്പോൾ എഴുതണം. എ ലീനിയർ ബൈലാറ്ററൽ ആക്റ്റീവ് സിംഗിൾ സോഴ്സ്. ഒരു ലീനിയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കണം, ബൈലാറ്ററൽ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയണം, ആൻഡ് ആക്റ്റീവ് ആൻഡ് സിംഗിൾ സോഴ്സ് നെറ്റ്വർക്ക്, ഒരൊറ്റ സോഴ്സേ നമുക്ക് പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിനകത്ത് ദ റേഷ്യോ ഓഫ് എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റിമെയിൻസ് ദ സെയിം. അതായത് എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റേഷൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടും അത് തമ്മിലുള്ള റേഷ്യോ ഷുഡ് റിമെയിൻ സെയിം when the position of excitation and response are interchanged. പൊസിഷൻ ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഇതാ ഇപ്പോൾ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ സിംഗിൾ സോഴ്സ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിന് രണ്ട് ടെർമിനൽ നമ്മൾ പറയുന്നു, ബി എന്ന് പറയുന്ന ടെർമിനലും എ എന്ന് പറയുന്ന ഒരു ടെർമിനലും. ഓക്കെ, സപ്പോസ് നമ്മളൊരു ഡി സിയിലാണ് റെസിപ്രോസിറ്റി തിയറം ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്തു, ഒരു ഡി സി വോൾട്ടേജ് കൊടുത്തു. ഇതാണ് നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റേഷൻ. ഇത് നമ്മളിവിടെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒരു കറണ്ടാണ്, ഐ എന്ന് പറയുന്ന ഒരു കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വി ബൈ ഐ എന്ന് പറയുന്ന റേഷ്യോ, എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റേഷ്യോ, അതാണ് ഇപ്പോഴത്തെ വി ബൈ ഐ. ദെൻ ഈ സെയിം നെറ്റ്വർക്കിനകത്ത് നിന്ന് നമ്മളിപ്പോൾ നേരത്തെ റെസ്പോൺസ് കിട്ടിയ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ എക്സൈറ്റേഷൻ കൊടുത്തു, ബി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ സെയിം വോൾട്ടേജ് കൊടുത്തു. അപ്പോൾ ആ വോൾട്ടേജ് ഇരുന്ന ടെർമിനൽ എയിൽ അല്ലെങ്കിൽ പോർട്ടിൽ നമുക്ക് എന്ത് കിട്ടണം? സെയിം കറണ്ട് ഐ കിട്ടണം. ഇപ്പോഴത്തെ വി ബൈ ഐ റേഷ്യോയും നോക്കി, ഈ രണ്ട് റേഷ്യോയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദസ് നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ എന്ന് പറയും. അതായത് വി എ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വി എ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തു, സെയിം കറണ്ട് തന്നെ. അതേപോലെ ബി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഐ ബി എന്ന് പറയുന്ന ഒരു കറണ്ട് നമുക്ക് റെസ്പോൺസായി കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു? ഈ വി എ എടുത്ത് നമ്മൾ തിരിച്ച് ഇവിടെ ബിയിലോട്ട് കൊണ്ടുവച്ചു. ദെൻ അപ്പോൾ ആ സെയിം കറണ്ട്, നേരത്തെ കിട്ടിയ അതേ കറണ്ട് തന്നെ ഇപ്പോൾ എയിൽ കിട്ടണം, ഐ ബി തന്നെ എയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ നെറ്റ്വർക്കിനെ റെസിപ്രോക്കലാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. PDF ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നോക്കി നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഇതാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. എ സിയിൽ റെസിപ്രോസിറ്റി തിയറം ചോദിക്കണമെങ്കിൽ നമ്മുടെ ഈ ഡി സി വോൾട്ടേജ് സോഴ്സ് മാറ്റി പകരം അവിടെ ഒരു എ സി വോൾട്ടേജ് കാണിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എ സിയിലുള്ള റെസിപ്രോസിറ്റി തിയറം പറഞ്ഞു. ഇവിടെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ്വർക്കിലുള്ള പാസീവ് എലിമെൻറ്റ്സ് ഉണ്ട്, അതായത് റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇവരിതിൻ്റെ പൊസിഷനൊന്നും മാറ്റാൻ പാടില്ല. നമ്മൾ ഓൺലി ഈ എക്സൈറ്റേഷൻ മാത്രമാണ് മാറ്റുന്നത്. ഓൺലി ദ എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. ഓക്കെ, ദെൻ the main drawback of this theorem is that it is applicable only to a single source network. More than one source വന്നു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ തിയറം നമുക്കവിടെ അപ്ലിക്കബിൾ അല്ല. ദെൻ സ്റ്റെപ്സ്, നമ്മളൊരു റെസിപ്രോസിറ്റി തിയറം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ ബ്രാഞ്ചസ് ബിറ്റ്വീൻ വിച്ച് റെസിപ്രോസിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഏതൊക്കെ ബ്രാഞ്ചിലാണ് നമ്മൾ റെസ്പോൺസും ഏതൊക്കെ ബ്രാഞ്ചിലാണ് എക്സൈറ്റേഷനും വരുന്നതെന്ന് നോക്കുക. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ബ്രാഞ്ചസ് ബിറ്റ്വീൻ വിച്ച് റെസിപ്രോസിറ്റി ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ ബ്രാഞ്ച് വെൻ എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ് ആർ നോട്ട് ഇൻ്റർചേഞ്ച്ഡ്. നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാത്ത സമയത്ത് ഏത് ബ്രാഞ്ചിലാണോ കറണ്ട് വേണ്ടത് ആ ബ്രാഞ്ചിലെ കറണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈൻഡ് ദ കറണ്ട് ഇൻ ബ്രാഞ്ച് വെൻ എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ് ഇൻ്റർചേഞ്ച്. നമ്മൾ എക്സൈറ്റേഷനോ റെസ്പോൺസ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറണ്ട് ചെക്ക് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത് നമുക്ക് റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാൻ ഡി സി അല്ല എ സിയിലാണ് ചോദിക്കാറ്. ആദ്യം നമുക്കപ്പോൾ ഡി സിയിൽ ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് എ സിയിലോട്ട് മാറാം. ഓക്കെ,
we have a DC network consisting of one voltage source and 20 volt is the DC voltage source, 5 ohm, 4 ohm, 10 ohm, 6 ohm. The response shown here is I. Okay. ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഐ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് മെഷ് ഉണ്ട്, I1 I2 എന്ന് പറയുന്ന രണ്ട് മെഷ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് കറണ്ട് ഐ. എന്താണ് റെസ്പോൺസും നമ്മുടെ എക്സൈറ്റേഷനും ഇതേ പൊസിഷനിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ എഴുതാം നമുക്ക്. ഫസ്റ്റ് മെഷിൻ്റെ ഇക്വേഷൻ I1 KVL ഇക്വേഷൻ ഫോർ മെഷ് 1. നമുക്ക് അറിയാം മെഷ് 1 നോക്കുമ്പോൾ I1 ഈസ് എൻറ്ററിങ് ടു നെഗറ്റീവ് പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ 20 + 20 ദെൻ -5 × I1 -10 × I1 I2. രണ്ട് കറണ്ട് പോകുന്നുണ്ട് നമ്മുടെ 10 ohm കൂടെ. അപ്പോൾ I1 - I2 ഇസ് ഈക്വൽ ടു 0. നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 20 is equal to 15 I1 minus 10 I2. ഫസ്റ്റ് ഇക്വേഷനായി 15 I1 minus 10 I2 is equal to 20. ഇത് നമ്മൾ AC നെറ്റ്വർക്കിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേമാതിരി തന്നെ സൊല്യൂഷൻ എഴുതണം, KVL ഇക്വേഷൻ എഴുതണം. പക്ഷെ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് നമുക്ക് I1 I2 രണ്ട് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ രണ്ട് അൺനൗൺസും സോൾവ് ചെയ്യാൻ പറ്റും. അതേമാതിരി KVL ഇക്വേഷൻ ഫോർ മെഷ് 2 സെക്കൻഡ് മെഷിന് നമ്മൾ എഴുതി. സെക്കൻഡ് മെഷിൽ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് -10 × I2 - I1. മെഷ് 2വിലെ കറണ്ട് മെയിൻ കറണ്ട് I2 ആണ്. അപ്പോൾ ഓരോ റെസിസ്റ്റൻസിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് മൈനസിൽ നമ്മൾ കാണിക്കും. ദെൻ -4 I2 -6 I2 ഇസ് ഈക്വൽ ടു 0. നമ്മൾക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 20 I2 ദെൻ -10 I1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ 1 and 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് I1 ഇസ് ഈക്വൽ ടു 2 ആംപിയർ, I2 ഇസ് ഈക്വൽ ടു 1 ആംപിയർ. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം I2 എന്ന് പറയുന്ന അതേ കറണ്ട് തന്നെയാണ് നമ്മുടെ റെസ്പോൺസ് I. അപ്പോൾ ഫ്രം ഫിഗർ വി ക്യാൻ നോട്ട് ദാറ്റ് I2 ആൻഡ് I രണ്ടും ഒരേ കറണ്ട് തന്നെയാണ്. അപ്പോൾ ഫ്രം ദിസ് I ഈസ് ഈക്വൽ ടു I2 ഈസ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പോൾ നമുക്കിപ്പോൾ ദാ 20 വോൾട്ടേജ് എക്സൈറ്റേഷനുണ്ട്, 1 ആംപിയർ എന്തുകൊണ്ട് റെസ്പോൺസും ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, വി ആർ ഇൻ്റർചേഞ്ചിങ് excitation and response. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസിനും അല്ലെങ്കിൽ സർക്യൂട്ട് എലമെൻസിനൊന്നും മാറ്റം വരുത്തരുത്. ആ കറണ്ട് ഉണ്ടായിരുന്നിടത്ത് പോയി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വോൾട്ടേജിനെ വെച്ചു. ഓക്കെ, ദെൻ R6 ohm അവിടെ തന്നെ ഉണ്ട്. ദെൻ വോൾട്ടേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ കറണ്ടിനും വെച്ചു. ഓക്കെ, 6 ohm 20 വോൾട്ട് തന്നെയാണ്, 4 ohm 10 ohm 5 ohm. ഇനി നമ്മൾ ഇതേമാതിരി തന്നെ രണ്ട് മെഷ് കറണ്ട് I1 ഇവിടെ ഉണ്ട്, I2 ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റെസ്പോൺസ് I എന്ന് പറയുന്നത് ഇത് I1 എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് I ഈസ് ഈക്വൽ ടു -I1 എന്ന് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. റെസ്പോൺസ് കറണ്ട് Iയും എന്ന് പറയുന്നതും ആ മെഷ് കറണ്ട് I1 എന്ന് പറയുന്നതുമായി ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ I1 ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ I1 ഇസ് ഈക്വൽ ടു -I എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ KVL മെഷ് 1ൻ്റെ KVL എഴുതാം. അപ്പോൾ നമുക്ക് -5 I1, ഓക്കെ, -10 × I1 - I2 ഇസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -15 I1 + 10 I2 ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 15 I1 - 10 I2
ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ കേസിൽ. ദെൻ മെഷ് 2ൽ നമുക്കിപ്പോൾ അവിടെ വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ I2ൻ്റെ പാത്ത് നോക്കുക, I2. അപ്പോൾ -10 ഇൻറ്റു I2 - I1, രണ്ട് കറണ്ട് ഉണ്ട്, -4I2 -20യുടെ പോസിറ്റീവ് പൊളാരിറ്റിയിലോട്ടാണ് I2 ചെന്ന് കയറുന്നത്. അപ്പോൾ -20 ദെൻ -6I2 ഈക്വൽ ടു 0. നമുക്ക് എഴുതുമ്പോൾ -20I2 പ്ലസ് 10I1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അപ്പുറത്തോട്ട് പോകുമ്പോൾ +20, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 10I1 - 20I2 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I1 is equal to what we will get, -1 ampere. I2 is equal to, we will get -1.5 ampere. ഓക്കെ, അപ്പോൾ I2ൻ്റെ ഡയറക്ഷൻ നമ്മളിപ്പോൾ എടുത്ത ഡയറക്ഷൻ്റെ കൺവെൻഷൻ അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വൽ ഡയറക്ഷൻ എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. I2 നമ്മളിതാ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തതെങ്കിൽ അത് നെഗറ്റീവ് കിട്ടിയപ്പോൾ I2ൻ്റെ ആക്ച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. I1നും സെയിം തന്നെ. I1 നമ്മളെടുത്ത ഡയറക്ഷൻ അല്ല, I1ൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് തന്നെയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ റെസ്പോൺസ് കറണ്ട് I is equal to -I1, ദാറ്റ് ഈസ് 1 ampere, -1 ampere. നേരത്തെ കിട്ടിയ അതേ റെസ്പോൺസ് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, റെസ്പോൺസും എക്സൈറ്റേഷനും ഇൻ്റർചേഞ്ച് ചെയ്തപ്പോഴും സെയിം, അല്ല എക്സൈറ്റേഷൻ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ സെയിം റെസ്പോൺസ് തന്നെ കിട്ടി. അപ്പോൾ സിൻസ് ദ കറണ്ട് I remains same in both case, റെസിപ്രോസിറ്റി തിയറം എന്തായി, വെരിഫൈ ചെയ്തു. റെസിപ്രോസിറ്റി തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, ഇനി നമുക്ക് AC നെറ്റ്വർക്കിൽ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ 3.101, അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് 3 മെഷ് വരുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ സെയിം റെസിപ്രോസിറ്റി തിയറം AC നെറ്റ്വർക്കിലോട്ട് പോകുമ്പോൾ ഡെഫിനിഷനും ഇതൊക്കെ സെയിം തന്നെ. നമ്മൾ ആ റെസ്പോൺസും എക്സൈറ്റേഷനും കൊടുക്കുന്ന സമയത്ത് അത് AC ആയിട്ട് കാണിക്കുക. ഓക്കെ, റേഷ്യോ ഓഫ് എക്സൈറ്റേഷൻ ടു റെസ്പോൺസ് റിമൈൻസ് സെയിം വെൻ ദ പൊസിഷൻ ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ് ആർ ഇൻ്റർചേഞ്ച്ഡ്. അതൊക്കെ അതിലൊന്നും ഒരു മാറ്റം വരുന്നില്ല നമുക്ക്. പിന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റെപ്സ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം AC വർക്കൗട്ട് ചെയ്യാം. ഫൈൻഡ് ദ കറണ്ട് ത്രൂ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ കറണ്ട് ത്രൂ 6 ohm resistor and verify reciprocity theorem. Network consisting of an AC voltage source 5 angle 0 degree. ഇതാണ് നമ്മുടെ വോൾട്ടേജ്, പ്ലസ് മൈനസ്. ദെൻ 1 ohm resistance and parallel with J1 ohm reactance, then minus J1 ohm capacitance, 2 ohm resistor, and response I is here. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് നമ്മൾ I കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 1 അല്ലെങ്കിൽ കേസ് 1, ഫൈൻഡ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് I. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് 2 മെഷ് നമ്മൾ വരച്ചു, I1 I2. മെഷ് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും I is equal to I2. അപ്പോൾ I2 എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, KVL ഇക്വേഷൻസ് എഴുതണം. നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ KVL ഇക്വേഷൻ ഫോർ മെഷ് 1. ചില സമയത്ത് നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും. നേരിട്ട് തന്നിക്കണമെന്ന് വെച്ചാൽ അതിനെ റിയാക്റ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെഷിൻ്റെ വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവിലോട്ടാണ് I1 എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് 5 ആംഗിൾ 0 ഡിഗ്രി -1 × I1
1 ohm റെസിസ്റ്റർ ആണ്. ദെൻ മൈനസ് ജെ ഇൻറ്റു 1J, ഓമിനെ നമ്മൾ അവിടെ കൊടുക്കില്ല, രണ്ട് കറണ്ട് ഉണ്ട്, I1 മൈനസ് I2 ഈക്വൽ ടു 0. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 5 ആംഗിൾ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ജെ I1 മാറി കണ്ടോ, കോഎഫിഷ്യൻസ് ഒക്കെ മാറി തുടങ്ങി, മൈനസ് ജെ I2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 പ്ലസ് ജെ I1 മൈനസ് ജെ I2 is equal to 5 angle 0. This is equation number 1. ഇനി KVL equation for second mesh 2ന് നമ്മൾ KVL equation എഴുതി. അപ്പോൾ മൈനസ് ജെ ഇൻറ്റു I2 മൈനസ് I1. ഓക്കെ, ദെൻ മൈനസ് വരുമ്പോൾ മൈനസ് കപ്പാസിറ്റൻസിൻ്റെ മൈനസ് ജെ ഇൻറ്റു I2, അപ്പോൾ മൈനസ് വരുമ്പോൾ പ്ലസ് ജെ I2, ദെൻ മൈനസ് 2 I2 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ മൈനസ് ജെ I2 പ്ലസ് ജെ I1 പ്ലസ് ജെ I2 മൈനസ് 2 I2 ഈക്വൽ ടു 0. മൈനസ് J2 പ്ലസ് J2, അപ്പോൾ ജെ I1 മൈനസ് 2 I2 ഈക്വൽ ടു 0. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും കൂടി ഒന്നും കൂടി എഴുതി. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് 1 പ്ലസ് ജെ ഇൻറ്റു I1 മൈനസ് ജെ ഇൻറ്റു I2 ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ജെ ടൈംസ് I1 പ്ലസ് 2 I2 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് നേരത്തെ കാൽക്കുലേറ്ററിലൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാൻ പോകും. മെട്രിക്സ് ഫോമിൽ നമുക്ക് എന്ത് എഴുതാം, ഒരു റിയാക്റ്റൻസ്, അതായത് എക്സ് റിയാക്റ്റൻസ് മാട്രിക്സ് ഇൻറ്റു കറണ്ട് മാട്രിക്സ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് മാട്രിക്സ്. ഇവിടെ നമുക്ക് 5 ആംഗിൾ 0 ഡിഗ്രിയാണ് ഇക്വേഷൻ 1-നകത്ത് നമുക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിയാക്റ്റൻസ് മാട്രിക്സ്, അപ്പോൾ ഫസ്റ്റ് റിയാക്റ്റൻസ് മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 I2ൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ 1 പ്ലസ് ജെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് മൈനസ് ജെ സെക്കൻഡ് കോഎഫിഷ്യൻറ്റ്, ദെൻ രണ്ടാമത്തേൽ I1ൻ്റെ കോഎഫിഷ്യൻറ്റ് ജെ, ദെൻ I2ൻ്റെ കോഎഫിഷ്യൻറ്റ് 2, ദെൻ I മാട്രിക്സ് രണ്ട് കറണ്ടാണ് നമുക്കുള്ളത് I1 ആൻഡ് I2 ഈസ് ഈക്വൽ ടു രണ്ട് വോൾട്ടേജ് V1 ആൻഡ് V2. അപ്പോൾ നമുക്കിതിനെ റിയാക്റ്റൻസ് മാട്രിക്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാട്രിക്സ് എന്നൊക്കെ എഴുതാം. അത് നമുക്ക് X1 അല്ലെങ്കിൽ X2 X3 X4 ഇൻറ്റു I1 I2 ഇസ് ഈക്വൽ ടു V1 V2 ഇങ്ങനെ എഴുതുന്നതാണ്. അപ്പോൾ 5 ആംഗിൾ 0 ആൻഡ് ഹിയർ ഈസ് 0. ഇനി നമുക്ക് ഈ മാട്രിക്സ് എക്സ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, അതിന് ഞാൻ ഡെൽറ്റ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ I1 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് മാട്രിക്സിൽ നമുക്ക് ആ റിയാക്റ്റൻസ് ഫസ്റ്റ് കോളം നമ്മൾ മാറ്റി അവിടെ എന്ത് ചെയ്തു, വോൾട്ടേജ് മാട്രിക്സ് എഴുതി, V1 V2 എഴുതി, ദെൻ X2 X4 തന്നെ ഇവിടെ എഴുതി. ഡെൽറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തേലുള്ള കോളം എക്സ് മാട്രിക്സിൽ ആ സെയിം കോളം ഫസ്റ്റ് കോളം അവിടെ നിർത്തി സെക്കൻഡ് കോളം മാറ്റി V1 V2 ഇട്ട് ആ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്രാമേഴ്സ് റൂൾ എന്നാണ് ഇതിനെ പറയുക, ക്രാമേഴ്സ് റൂൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് I1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 1 പ്ലസ് ജെ മൈനസ് ജെ 2 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് ജെ മൈനസ് ജെ ഇൻറ്റു മൈനസ് ജെ. അപ്പോൾ 2 പ്ലസ് 2j പ്ലസ് ജെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് -1 ആണ്. അപ്പോൾ 2 പ്ലസ് 2j -1 എത്ര കിട്ടും നമുക്ക്? 2 മൈനസ് 1, അപ്പോൾ 1 പ്ലസ് 2j ഡെൽറ്റ. നെക്സ്റ്റ് നമുക്ക് ഡെൽറ്റ 1 കണ്ടുപിടിക്കണം. ഡെൽറ്റ 1 അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കോളം മാറ്റി, അപ്പോൾ 5 ആംഗിൾ 0 ഡിഗ്രി 0. ദെൻ രണ്ടാമത്തെ കോളം അവിടെ തന്നെ -j ഇൻറ്റു 2.
ഇതാണ് ഡെൽറ്റ 1. ആദ്യത്തെ എലമെൻറ്റ്സ് മാറ്റിയപ്പോൾ 10 ആംഗിൾ 0 ഡിഗ്രി മൈനസ് 0. അപ്പോൾ നമുക്ക് ഡെൽറ്റ 1 10 ആംഗിൾ 0 ഡിഗ്രി തന്നെ കിട്ടും. സിമിലർലി ഡെൽറ്റ 2 നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എലമെൻറ്റ്സിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ 1 പ്ലസ് ജെ, ദെൻ രണ്ടാമത്തേൽ മൈനസ് ജെ. സെക്കൻഡ് എലമെൻറ്റ് 5 ആംഗിൾ 0 മൈനസ് 0. ഓക്കെ, അപ്പോൾ 0 മൈനസ് ജെ ഇൻറ്റു 5 ആംഗിൾ 0 which will gives 5j into 5 angle 0. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഈസ് ഈക്വൽ ടു I2 ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ഈസ് ഈക്വൽ ടു I2. അപ്പോൾ I2 ഈസ് ഈക്വൽ ടു നമുക്ക് ഡെൽറ്റ 2. അപ്പോൾ ജെ 5 ആംഗിൾ 0 ഡിഗ്രി ഡിവൈഡഡ് ബൈ അവർ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2j. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ജെ 5 ആംഗിൾ 0 ഡിഗ്രി, ദെൻ 1 പ്ലസ് 2j നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ജെനെ നമുക്ക് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 പ്ലസ് 2j. ഇവിടെ ഞാനത് കൺവേർട്ട് ചെയ്തതിന് ശേഷം എഴുതാം. ഓക്കെ, നേരത്തെ നമ്മൾ ഡെൽറ്റ കണ്ടുപിടിച്ചതിൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ നേരത്തെ നമ്മൾ ഇവിടെ ജെ സ്ക്വയർ 1 ആണ് ഇട്ടിരുന്നത്. ആക്ച്വലി ജെ സ്ക്വയർ -1 ഇൻറ്റു മൈനസ് വരുമ്പോൾ നമുക്കിവിടെ +1 വരും. അപ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 പ്ലസ് 2j ആണ് ഡെൽറ്റയുടെ വാല്യൂ. അപ്പോൾ നമ്മളിവിടെ I ഇസ് ഈക്വൽ ടു I2 ഇസ് ഈക്വൽ ടു നമ്മൾ ഡെൽറ്റ 2 നമുക്കിവിടെ കിട്ടി. ഡെൽറ്റ 2 ജെ ഇൻറ്റു 5 ആംഗിൾ 0 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു 5 ആംഗിൾ 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഇതാണ് ഡെൽറ്റ 2 ബൈ ഡെൽറ്റ ഇസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇതിനെ പോളാർ ഫോമിലോട്ട് ആക്കിയിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ജെനെ നമ്മൾ മാറ്റുമ്പോൾ ജെനെ പോളാർ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് 1 ആംഗിൾ 90 ഡിഗ്രി ദാറ്റ് ഈസ് ഇൻറ്റു ജെ ഇൻറ്റു 5 ആംഗിൾ 0. അപ്പോൾ 5 ആംഗിൾ 0 ദെൻ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2j പോളാർ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് √3² + 4² √13 ദാറ്റ് ഈസ് 3.6 ആംഗിൾ tan ഇൻവേഴ്സ് 2/3 ചെയ്യുമ്പോൾ നമുക്ക് 33.69 ഡിവൈഡ് ചെയ്യുമ്പോൾ 5/3.6 1.38 ആംഗിൾ 90 മൈനസ് 33.69 വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ I2 ഇസ് ഈക്വൽ ടു 1.38 ആംഗിൾ 56.31 എന്ന് കിട്ടി. നമുക്കിനി I1 ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം I1 കണ്ടുപിടിച്ച് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? I ആണ് അറിയേണ്ടത്. I ഡയറക്ട്ലി ഈസ് ഈക്വൽ ടു I2. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടി. ഇപ്പോൾ റെസ്പോൺസ് എന്താണ്? 1.38 ആംഗിൾ 56.31 ആംബിയർ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്താണ് കേസ് 2 അല്ലെങ്കിൽ സ്റ്റെപ്പ് 2 വി ആർ ഇൻ്റർചേഞ്ചിങ് റെസ്പോൺസ് ആൻഡ് എക്സൈറ്റേഷൻ. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇവർക്കൊന്നും മാറ്റം വരുന്നില്ല. ഇവരെ 3 പേരെ അവിടെ തന്നെ വെച്ചു. ദെൻ ഈ 2 ഓമിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തു. 5 ആംഗിൾ 0 ഡിഗ്രി വോൾട്ടേജ് സോഴ്സ്. ആൻഡ് നമ്മൾ ആ വോൾട്ടേജ് സോഴ്സ് ഇരുന്ന ബ്രാഞ്ചിൽ പോയിട്ട് കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, 1 ohm, J1 ohm, similarly minus J1 ohm, 2 ohm. Now we have to mark the mesh currents I1, I2. രണ്ട് കറണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് I is equal to -I1. അപ്പോൾ I1 കണ്ടുപിടിച്ചാൽ അതിൻ്റെ നെഗറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് I ഈക്വൽ ആണെന്ന് നോക്കുക. I കിട്ടും. I കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ അതേ I ആണോന്ന് ചെക്ക് ചെയ്ത് ക്രോസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാം. ദെൻ KVL ടു മെഷ് 1. മെഷ് 1ൽ ഒരു റെസിസ്റ്റൻസ് ആണ്, അത് കൂടെ പോകുന്ന കറണ്ട് -I1. 1 ഇൻറ്റു -I1 മൈനസ് 1j ഇൻറ്റു രണ്ട് കറണ്ട്. അപ്പോൾ മെഷ് 1 ആയതുകൊണ്ട് I1 മൈനസ് I2 ഇൻറ്റു 0. സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ -I1 മൈനസ് JI1 പ്ലസ് JI2 ഈക്വൽ ടു 0. I1 I2 ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ I1 ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് j പ്ലസ് മൈനസ് JI2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. 1 പ്ലസ് j ഇൻറ്റു I1 മൈനസ് JI2 ഇസ് ഈക്വൽ ടു 0. ദെൻ മെഷ് 2 നോക്കി. മെഷ് 2 വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ജെ മൈനസ് ജെ ഇൻറ്റു I2 മൈനസ് I1 മൈനസ് ജെ ഇൻറ്റു I2 മൈനസ് 2I2 ദെൻ അപ്പോൾ I2ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അപ്പോൾ പ്ലസ് ടെർമിനലിലേക്കാണ് വോൾട്ടേജ് ഉണ്ടാകുന്നത്. അപ്പോൾ -5 ആംഗിൾ 0 ഡിഗ്രി ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യാം, നമുക്ക് -JI2 പ്ലസ് JI1 പ്ലസ് JI2 മൈനസ് 2I2 ഈക്വൽ ടു 5 ആംഗിൾ 0 ഡിഗ്രി. അപ്പോൾ നമുക്ക് I1ൻ്റെ ടേംസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് JI1 ദെൻ I2 ഇൻറ്റു -2 ദെൻ പ്ലസ് ജെ മൈനസ് ജെ. അപ്പോൾ ആ ജെ ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ JI1 മൈനസ് 2I2 is equal to 5 angle 0 degree. This is our second equation. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി 1 പ്ലസ് ജെ ഇൻറ്റു I1 മൈനസ് JI2 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി JI1 മൈനസ് 2I2 is equal to 5 angle 0 degree. ഫസ്റ്റ് സെക്കൻഡ് നേരത്തെ എഴുതിയ മാതിരി തന്നെ നമുക്ക് ഡെൽറ്റ ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 പ്ലസ് ജെ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു മൈനസ് 2 ഇൻറ്റു I1 I2 ഈക്വൽ ടു വോൾട്ടേജ് 0 5 ആംഗിൾ 0. ഇതാണ് നമ്മുടെ വോൾട്ടേജസ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? I1 കണ്ടുപിടിച്ചാൽ മതി. I1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് Δ1 ബൈ ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 1 പ്ലസ് ജെ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു ജെ മൈനസ് 2. അപ്പോൾ നമുക്ക് 1 പ്ലസ് ജെ ഇൻറ്റു മൈനസ് 2 മൈനസ് ജെ ഇൻറ്റു ജെ. അപ്പോൾ -2 ജെ ദെൻ മൈനസ് 1 ജെ സ്ക്വയർ -1. അപ്പോൾ നമുക്ക് -2 പ്ലസ് 1 -2 ജെ. നമുക്കിത് ചെയ്യുമ്പോൾ -1 -2 ജെ. ഇതാണ് നമ്മുടെ ഡെൽറ്റ -1 -2 ജെ. സിമിലർലി Δ1 നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് കോളം മാറ്റി 0 5 ആംഗിൾ 0 ഡിഗ്രി ഇട്ടു. ദെൻ രണ്ടാമത്തെ കോളം -j -2. അപ്പോൾ -0 ഇൻറ്റു -2 മൈനസ് ജെ ഇൻറ്റു 5 ആംഗിൾ 0 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പ്ലസ്. അപ്പോൾ ജെ ഇൻറ്റു 5 ആംഗിൾ 0 ഡിഗ്രി. ദെൻ I1 is equal to നമുക്ക് ജെ ഇൻറ്റു 5 ആംഗിൾ 0 ഡിഗ്രി ഡിവൈഡഡ് ബൈ -1 -2 ജെ. ഇതിനെ മാറ്റുമ്പോൾ ജെക്ക് നമുക്ക് 1 ആംഗിൾ 90 എന്ന് എഴുതാം. 5 ആംഗിൾ 0 ഡിഗ്രി ഡിവൈഡഡ് ബൈ ദെൻ -1. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ √1² + 2² കൺവേർട്ട് ചെയ്തതിന്. ഓക്കെ, ഇവിടെയും നമുക്ക് ജെ കണ്ടുപിടിച്ച സമയത്ത് ഇവിടെ ഡെൽറ്റ കണ്ടുപിടിക്കുന്ന സമയത്ത് -j², -j² + 1. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു -1 ആണ് വരിക. -3 ബൈ -2 നമുക്ക് √3² + 2² tan inverse -2 ബൈ -3 ദാറ്റ് ഈസ് tan inverse 2/3 എന്ന് വരും. അപ്പോൾ 5 ആംഗിൾ 90 ഡിവൈഡഡ് ബൈ √13. നേരത്തെ നമ്മൾ ചെയ്ത അതേ ആൻസർ തന്നെയാണ് ഡിനോമിനേറ്ററിലും വരുന്ന. √13 is equal to 3.60 ആംഗിൾ tan inverse 2/3. tan inverse 2/3 is again 33.69, which will gives I1 is equal to ഓക്കെ. ഇവിടെ നമ്മൾ ഈ -3 + 2j എന്നിട്ട് കഴിഞ്ഞാൽ മൈനസ് ഇവിടെ പുറത്ത് എടുക്കും. ഓക്കെ, ദെൻ മൈനസ് will come here. Therefore I1 is equal to, we will get 1.39 angle
56.331 ഡിഗ്രി ആംപിയർ. ഈ മൈനസ് I1 ഇസ് ഈക്വൽ ടു എന്താണ് 1.39 ആംഗിൾ 56 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു I. നമ്മളത് മുന്നേ കിട്ടിയ ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ റെസിപ്രോസിറ്റി തിയറം ഈസ് വെരിഫൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ AC നെറ്റ്വർക്കിലുള്ള ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിനകത്ത് റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ACയിലുള്ള പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം വർക്കൗട്ട് ചെയ്ത് നോക്കുക.